ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക വിജയപ്രഖ്യാപനം നടത്താൻ നീക്കങ്ങൾ ആരംഭിച്ചതായി സൂചന. യുദ്ധത്തിൽ തങ്ങൾ സമ്പൂർണ്ണമായും തകർന്നെന്ന് ഇറാൻ അറിയിച്ചതായി ഇക്കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു. ഹോർമുസിലെ US ഉപരോധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായും ഇന്നലെ സമൂഹമാധ്യമത്തിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഐസനോട് വിവരങ്ങൾ നൽകാൻ. ഐസൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക മാത്രമാണ് ഇപ്പോൾ വിജയപ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നത്. ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അമേരിക്കയുമായി എന്തൊക്കെ കാര്യങ്ങൾ ഇറാൻ പങ്കുവച്ചെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്? അശ്വതി, രോഹിണി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശദീകരണമോ അല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അമേരിക്കയുടെ നല്ല സൗഹൃദ രാഷ്ട്രങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഔദ്യോഗികമായി നൽകുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇതിൽ ഇടപെട്ട രാജ്യങ്ങളും അത്തരത്തിലൊരു സൂചന നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഏറ്റവും നിർണായകമായൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഒരു യുദ്ധത്തിൽ വിജയം പ്രഖ്യാപിച്ച് സ്വയം പിന്മാറുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ സൈനിക സംവിധാനങ്ങളുടെ ഒരു റീഅറേഞ്ച്മെൻറ്റുകളൊക്കെ നടത്തുന്നൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ഇറാൻ്റെ പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്ന് നിരീക്ഷിക്കണമെന്ന കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ വ്യാപകമായ നിരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇറാൻ ഏത് രീതിയിലായിരിക്കും ഇക്കാര്യത്തോട് പ്രതികരിക്കുക എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇന്നലെ വൈകുന്നേരം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പോസ്റ്റുണ്ട്. ദി ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം ഒരു പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ആ പോസ്റ്റിൽ കൃത്യമായി പറയുന്നത്, ഇറാൻ തങ്ങൾ നിസ്സഹായ അവസ്ഥയിലാണ്, എങ്ങനെയെങ്കിലും ഹോർമൂസിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ഉപരോധം പിൻവലിക്കണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചൊരു സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, സമാധാന ചർച്ചകൾ അതേസമയം തന്നെ അതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സമാധാന നിർദ്ദേശങ്ങൾ, ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളുന്നതായി അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വിജയപ്രഖ്യാപനം നടത്താനുള്ളൊരു നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായേക്കുമോ എന്നൊരു സംശയമാണിപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള നിരീക്ഷണങ്ങളാണ് നടക്കുന്നത്. അത് പലതരത്തിലുണ്ട്. ഒരു സൈനികമായ നീക്കങ്ങൾ നേരിട്ടുള്ള അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ US-ലും UAE-ലും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലുമൊക്കെയുള്ള സൈനിക സംവിധാനങ്ങൾക്ക് നേരെ, US സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ളൊരു നീക്കമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ IS സ്ലീപ്പർ സെല്ലുകൾ പോലുള്ള നീക്കങ്ങൾ വഴി ലോകമാകമാനം ഒരു ടെറർ സൃഷ്ടിക്കുന്ന നീക്കമാണോ ഉണ്ടാവുക എന്നതെല്ലാം തന്നെ പഠിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലാതെയുമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഹോർമൂസ് എങ്ങനെയും തുറന്നു ലഭിക്കുക എന്ന ഒരു ആവശ്യം, ഏറ്റവും വേഗം അത് തുറന്നു കിട്ടണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, അവിടെയുള്ള നേതൃത്വത്തിൻ്റെ പരിമിതികളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പരിധിവരെ അമേരിക്ക ഇത്തരമൊരു നീക്കം നടത്തി ഈ പ്രശ്നത്തിൽ നിന്നും പിന്മാറി അമേരിക്കയിൽ തന്നെയുള്ള ചില സംവിധാനങ്ങളെ കുറെ കൂടി ബോധ്യപ്പെടുത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായുള്ള നടപടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ യുദ്ധം നിർത്താനുള്ള സാഹചര്യമില്ല എന്നോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് വിജയപ്രഖ്യാപനം നടത്താനുള്ള ഒരു നീക്കമോ നടന്നേക്കാം എന്നൊരു സൂചന മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും അമേരിക്കയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരിക്കുന്നത്.